ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ കോടതി വിധിക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വേദ അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വേദേനെ ശ്രീകാര്യം ശ്രീനിവാസനും നമ്മുടെ വിക്രമിൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ബ്രെയിൻ വാഷ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേദ പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ശരി, ഞാൻ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞിരിക്കും. അത് എൻ്റെ തീരുമാനമാണ്. ഞാൻ നീതിക്കും ധർമ്മത്തിനും വേണ്ടി മാത്രമേ പോരാടിയിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടിയിട്ടും കൂടിയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അവരെല്ലാം പറയുന്നുണ്ട്, ജീവന് വേണ്ടിയിട്ടൊരാൾ ജയിലിൽ ജീവപര്യന്തത്തിന് വിടുന്നതാണോ ഇത്ര വലിയ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വേദയാണെങ്കിൽ അമ്പനും വില്ലിനും എടുക്കണില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നന്ദിനിയേട്ടത്തെയും അതുപോലെ തന്നെ ശ്രീജേട്ടത്തെയും കമലാമ്മയും ഒക്കെ തന്നെ കോടതിയിൽ വന്നിട്ടുണ്ടായിരിക്കുവേ. രാധയും വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ കമലാമ്മയാണെങ്കിൽ രൂക്ഷഭാവത്തോടുകൂടി ആയിരിക്കും കേട്ടോ നമ്മുടെ വേദേനെ നോക്കുന്നത്. കാരണം വേദയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, വേദേ നീ സാക്ഷി പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. വേദ അതിനെയൊക്കെ എതിർത്തത് കൊണ്ട് തന്നെ കമലാമ്മയ്ക്ക് നല്ല ദേഷ്യമാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയാണെങ്കിൽ എരിപിരി കയറ്റി കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വേദയാണ്. വേദ ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ വേദയുടെ കയ്യിൽ പിടിക്കാൻ കേട്ടോ രാധ. എന്നിട്ട് പറയുന്നുണ്ട്, വേദ പ്ലീസ്, നിൻ്റെ കാല് ഞാൻ പിടിക്കാം. നീ വിക്രമിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് 1000 തവണ പറയുന്നുണ്ടല്ലോ, വിക്രമിനെ നേരെയാക്കും നന്നാക്കും എന്നൊക്കെ. എന്നിട്ട് തൂക്ക് കയറിന് വിട്ടു കൊടുക്കുകയാണോ നീ വിക്രമിനെ നീ ചതിക്കരുത് വേദ, പ്ലീസ്, നീ സാക്ഷി പറയരുത്, നീ മൊഴി മാറ്റി പറയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാല് പിടിക്കാൻ കേട്ടോ. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. ഞാൻ വിക്രമിനെതിരെ സാക്ഷി പറയുക തന്നെ ചെയ്യും എന്ന ഊർജ്ജസ്വരത്തോടു കൂടി തന്നെ വേദയാണെങ്കിൽ രാധയോട് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, കണ്ടോ അമ്മേ, കണ്ടോ, അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടോ, അവളുടെ അഹങ്കാരം കണ്ടോ, ഇത്രയും നാളും പുന്നാരിച്ച് വെച്ച മരുമകളല്ലായിരുന്നോ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. അന്നേ ഞാൻ പറഞ്ഞതാ, ഈ നന്ദിനി ഒന്നും കാണാതെ ഒരു കാര്യം പറയില്ല, ഇപ്പോഴെങ്കിലും അമ്മ അത് മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് കമലാമ്മ ദേഷ്യത്തോടെ കണ്ണൊക്കെ കലങ്ങി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ജഡ്ജി അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജഡ്ജി വന്നിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ എതിർഭാഗം വക്കീല് ഇതൊഴിഞ്ഞു എന്നിങ്ങനെ പറയാൻ കേട്ടോ. ആ സമയത്ത് ജഡ്ജി ചോദിക്കുന്നുണ്ട്, അപ്പോൾ വിക്രമിന് വേണ്ടി വാദിക്കാൻ വക്കീലുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദർശൻ അവിടേക്ക് വരണത് കേട്ടോ. അങ്ങനെ ദർശൻ വരികയാണ് കേട്ടോ. അപ്പോൾ ദർശൻ വരുന്നത് കണ്ടിട്ട് വേദയാണെങ്കിൽ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ. വേദയാണെങ്കിൽ ദർശനെ ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ ശങ്കരനാരായണനെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇങ്ങനെ കമലാമ്മ, അയ്യോ ഇതെന്ത് മറിമായാണ്, ഇതെന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദിനിയോടും അതുപോലെ തന്നെ ശ്രീജയോടും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീജയടുത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല, നമ്മുടെ വിക്രമിന് അനുകൂലമായിട്ട് സംസാരിക്കാൻ ഒരാളുണ്ടല്ലോ അമ്മ വിഷമിക്കാതെ എന്ന് പറയുമ്പോൾ, ഇത് അനുകൂലമായിട്ട് വരുമോ പ്രതികൂലമായിട്ട് വരുമോ എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. ഇനി വിക്രമിനെ എന്നേക്കുമായിട്ട് ജയിലിൽ അടയ്ക്കാനാണോ ഇവൻ്റെയൊക്കെ പ്ലാനിങ് എന്ന് നമുക്ക് അറിയുമോ മോളെ, എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വിധി എന്നൊക്കെ പറഞ്ഞ് കമലാമ്മ ആകെ കരയാൻ കേട്ടോ. ഈ സമയത്തായിരിക്കും നമ്മുടെ ദർശനാണെങ്കിൽ വിചാരണ ആരംഭിക്കാൻ കേട്ടോ. അങ്ങനെ വേദേനെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി നൽകണമെന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷിയെ ഇതാക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വേദയോട് ചോദിക്കുന്നുണ്ട്, അത്രയും നടു റോഡിൽ 100 കണക്കിന് ആളുകളുള്ളപ്പോൾ അവിടെ താൻ മാത്രം ഈ വിക്രം എന്ന് പറയുന്ന ഈ പ്രതി കുറ്റം ചെയ്തു എന്ന് പറയുന്ന ഈ പ്രതി അദ്ദേഹത്തെ തല്ലി ചതിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ബാക്കിയുള്ളവർ ആർക്കും സാക്ഷി പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല, ഞാൻ അതുകൊണ്ട് സാക്ഷി പറയാൻ വന്നു. ഞാൻ കണ്ട കാര്യം എനിക്ക് എവിടെ പറയുന്നു, ആരുടെ മുൻപിൽ പറഞ്ഞാലും എനിക്ക് അതിനൊരു പേടിയുമില്ല, ഒരു ഭയവും ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ദർശൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നു നടന്നതെന്നും നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലിയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ വേദ ഇങ്ങനെ ദേഷ്യത്തോടെയും അതുപോലെ തന്നെ ഒരു താല്പര്യമില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ പറഞ്ഞത്. റൗഡിയാണ് എന്നൊക്കെ പറയണം, ഞങ്ങളുടെ വിവാഹം എന്നെ സമ്മതമില്ലാതെ നടന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിലൂടെയൊക്കെ ദർശൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദർശൻ പറയുന്നുണ്ട്, കണ്ടോ ഭർത്താവാണെങ്കിൽ ഒരു താല്പര്യവും ഇല്ലാത്ത രീതിയിലാണ് ഈ കുട്ടി ഭർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നത്, റൗഡി എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അതുമാത്രമല്ല വേദയുടെ ഇഷ്ടം കൊണ്ട് മാത്രം നടന്നൊരു വിവാഹമല്ല ഇത്, എല്ലാവരുടെയും എതിർപ്പുകളോടുകൂടി വേദയുടെ കഴുത്തിൽ നിർബന്ധിതമായി താലി കെട്ടിയത് കൊണ്ട് തന്നെ വേദയ്ക്ക് അടങ്ങാത്ത കലിയും ദേഷ്യവും ഈ വിക്രമിനോടുണ്ട്. ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കുറ്റം ചുമത്തുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വേദ പറഞ്ഞ
പറയുന്നുണ്ട്, അല്ല ഒരിക്കലും അല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് പറയുമ്പോൾ ദർശൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ കണ്ണുകൊണ്ട് കണ്ടോ? വാസുവിന് മെലയുടെ മകനെയാണ് വിക്രം ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുഖമെല്ലാം വികൃതമായിരുന്നു, കല്ലുകൾ കൊണ്ടൊക്കെ ഇടിച്ചിരുന്നു, അതുകൊണ്ട് മുഖം കണ്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ദർശൻ പറയുന്നുണ്ട്, യുവർ ഓണർ കണ്ടോ, വാസുവിൻ്റെ മകനാണ് എന്നുള്ള ഒരു തെളിവും ഇവിടെ ഹാജരാക്കിയിട്ടില്ല. പിന്നെ ഹസ്ബൻ്റെ മകൻ തന്ന ആ ഒരു മൊഴിയാണെങ്കിലും പണ്ടത്തെ മുൻവൈരാഗ്യം തീർത്തതാണ്. വേദയാണെങ്കിലും തൻ്റെ ഭർത്താവിനോട് താല്പര്യവും ഇഷ്ടവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭർത്താവിനെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ കൂടെ നിന്ന് ഗൂഢാലോചന നടത്തിയ ഒരു മൊഴി മാത്രമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വേദ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ. കമലാമ്മയ്ക്കും ശ്രീജയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാകാൻ കേട്ടോ. കാരണം വിക്രമിന് അനുകൂലമായിട്ട് ബാധിക്കുകയാണല്ലോ നമ്മുടെ ദർശൻ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രതീക്ഷ അവരുടെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ജഡ്ജി അദ്ദേഹം പറയുന്നുണ്ട്, വിക്രമിനെതിരായിട്ട് മതിയായ തെളിവുകളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എതിർഭാഗം വക്കീലാണെങ്കിൽ ഇല്ല, ഞാൻ മറ്റു തെളിവുകളിലൂടെ ഹാജരാക്കാം, എനിക്ക് കുറച്ച് സമയം വേണം എന്നൊക്കെ പറഞ്ഞ് വാദിക്കുമ്പോൾ നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട്, ഓക്കെ, ഇനി ഈ കേസ് നാളത്തേക്കിന് വിധിയാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ തിരിച്ച് കമലാമ്മയൊക്കെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയത്ത് വേദയും ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നന്ദിനി ഡോറിൻ്റെ മുൻപിൽ നിന്നിട്ട് പറയുന്നുണ്ട്, എങ്ങോട്ടാടി സ്വന്തം ഭർത്താവിനെ ഇത്രയും പേരുടെ വാക്കുകൾ ധിഖരിച്ച് ജയിലിലാക്കാൻ പോയ നീയാണോ ഭർത്താവിൻ്റെ പേരും പറഞ്ഞ് ആ ഒരു അവകാശവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറാൻ പറഞ്ഞത്? മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം ഇവിടെ എന്ന് പറയുമ്പോൾ മാഷ് പറഞ്ഞു കേട്ടോ. മാഷ് വന്നിട്ട് നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനി, ഈ വീട്ടിലേക്ക് ആര് കയറണം ആര് കയറേണ്ട എന്ന് തീരുമാനിക്കുന്നത് നീയാണോ? ഇത് എൻ്റെ വീടാണ്, ഇവിടെ ആര് വരണം വരണ്ട ഞാൻ തീരുമാനിച്ചോളാം, നിന്നെപ്പോലെ തന്നെ അവളും എൻ്റെ മരുമകൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അച്ഛാ അമ്മയുടെ ആഗ്രഹമാണ്, അമ്മ ഇങ്ങനെ ചിന്തിക്കൂ, അമ്മ ചെയ്യേണ്ടത് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പം അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവളാണല്ലോ ഇവളെ ഈ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയത്, അതുകൊണ്ട് തന്നെ അവളെന്തിനാ ഇവളെ തള്ളിപ്പറയേണ്ട കാര്യം എന്നൊക്കെ പറയാൻ കേട്ടോ. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ കണ്ട കാര്യം കോടതിയിൽ പറയുന്നു, അതിലെന്താ ഇത്ര തെറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കമലാമ്മ നന്ദിനി പറഞ്ഞതിൽ എന്താ മാഷ തെറ്റുള്ളത്? ഞാൻ ചെയ്യേണ്ട കാര്യമാണ് നന്ദിനി ചെയ്തത്, ഇവളെൻ്റെ മകനുമല്ല, മകൻ്റെ ഭാര്യയല്ല, എൻ്റെ മകളുമല്ല. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകനെ കൊല്ലാൻ ശ്രമിക്കുന്നവളാണ് ഇവൾ, ജീവപര്യന്ത ശിക്ഷയ്ക്ക് കൊല്ലാനിട്ട് കൊടുത്തവളാണ് ഇവൾ. ഇവളെ ഞാൻ സ്നേഹിക്കുമെന്ന് മാഷിന് തോന്നുന്നുണ്ടോ? ഇവൾക്ക് ഇവളുടെ ഭർത്താവിനോടില്ലാത്ത സ്നേഹം പിന്നെ ഈ വീട്ടുകാരോട് കാണുമോ? അതുമല്ല, ഇവൾക്ക് ഭർത്താവില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പേരും പറഞ്ഞിട്ട് ഇനി ഇവൾക്ക് ഇങ്ങോട്ട് കയറേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് മാഷ് പറയുന്നുണ്ട്, നമ്മുടെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം. ഇന്ന് ഈ കോടതിയിൽ നിന്ന് അവൻ വെളിയിൽ ചാടിയാലും നാളെ ദൈവത്തിനൊരു കോടതിയുണ്ട്, അവിടെ അവന് പിടിച്ചു നിന്നല്ലേ പറ്റൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദനെ കൈപിടിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട്. വേദയ്ക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലെങ്കിൽ ഞാനും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നിങ്ങനെ പറയാൻ കേട്ടോ. ആ ഒരു വാക്കിൽ കമലാമ്മയ്ക്ക് പിന്നെ ഒന്നും പറയാനുണ്ടാവില്ലേ. അങ്ങനെ വേദ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് വേദയാണെങ്കിൽ രാത്രിയെല്ലാം വിഷമിച്ചിരിക്കാൻ കേട്ടോ. കട്ടിലിൻ്റെ അവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയോ എന്നൊക്കെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലുമില്ല, വിക്രമിനെ രക്ഷിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. വിക്രം പുറത്തിറങ്ങിയാൽ അവനെ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചെന്നായ്കളുണ്ട്, അവരിൽ നിന്നൊക്കെ എനിക്ക് വിക്രമിനെ രക്ഷിക്കണം. പക്ഷെ അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ആരും. എൻ്റെ മനസ്സും എന്നെയും ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ഇനി ദർശൻ വിക്രമിനെ പുറത്തിറക്കിയാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ വേദ. അങ്ങനെ രാത്രിയാവുമ്പോഴേക്കും നമ്മുടെ പോലീസുകാരന്മാർ വിക്രമിനോട് പറയുന്നുണ്ട്, വാ ഇറങ്ങിക്കോ, നിന്നെ ഇവിടെ നിന്നേക്ക് മാറ്റാൻ വേണ്ടി ഓർഡർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ കേട്ടോ. അപ്പോൾ വിലങ്ങൊന്നും ഉണ്ടായിരിക്കില്ലേ. അങ്ങനെ കയറ്റിയതിന് ശേഷം നടു റോഡിൽ, അതായത് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് നിർത്താൻ കേട്ടോ. ഇവിടെ എന്താ നിർത്തിയത്, ഇവിടെ എന്തിനാ ഇറങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ ചോദ്യോത്തരമൊന്നും വേണ്ട, നീ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ വിക്രമിനോട് ഇറങ്ങാൻ പറയാൻ കേട്ടോ. അങ്ങനെ വിക്രം ഇറങ്ങുമ്പോഴേക്കും വിക്രമിനോട് പറയുന്നുണ്ട്, ഈ കത്തി അങ്ങ് പിടിച്ചു. കത്തിയോ? എന്തിനാ? ഈ കത്തി നീയെ പോലീസ് നിന്നെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് നീ രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ചു. ആ സമയത്ത് ഞങ്ങൾ കത്തിയെടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും നീയാണെങ്കിൽ ആ കത്തി തിരിച്ച് ഞങ്ങളിലേക്ക് പ്രയോഗിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ തോക്കെടുത്ത് ഞങ്ങളെ തന്നെ വെടിവെക്കാൻ ശ്രമിച്ചു. അങ്ങനെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നെ വെടിവെച്ച് അങ്ങ് കൊന്നു. അതായിരിക്കും ഇനി നാളെ പത്രങ്ങളിലും വാർത്തകളിലുമായിട്ട് ന്യൂസ് വരേണ്ടത്, അങ്ങനെയല്ലേ വേണ്ടത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്
എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ തെറ്റാണ്, നാളെ എന്നെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നൊക്കെ വിക്രം പറയാൻ കേട്ടോ. ഈ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട്, അതൊന്നും നീ പറഞ്ഞിട്ട് കാര്യമില്ല, മുളി എന്നുള്ള ഓർഡറാണ്, നിന്നെ ഇവിടെ വെച്ച് തന്നെ അങ്ങ് തീർത്തേക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ തോക്കെടുത്തിട്ട് വിക്രമിനെ നേരെ വെടിവെക്കാനിട്ടോ. വിക്രം അല്ലമുറയിട്ട് ചങ്കത്ത് കൈപിടിച്ച് കരയുന്നത് കാണിക്കാനിട്ടോ. അങ്ങനെ ഞെട്ടി ഉണരാണ് നമ്മുടെ വേദ കണ്ട സ്വപ്നമായിരിക്കും കേട്ടോ അത്. വേദ വിക്രം എന്ന് വിളിച്ചിട്ട് കാറിക്കൊണ്ടായിരിക്കും കേട്ടോ ആ സ്വപ്നത്തിൽ നിന്നുണരുന്നത്. അങ്ങനെ വേദ ആകെ വെയർത്ത് കുളിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കാൻ പെട്ടെന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. ഈ സ്വപ്നം സത്യമാകല്ലേ എൻ്റെ ഈശ്വര, ഇങ്ങനെയൊന്നും സംഭവിക്കരുത്, വിക്രമിനെ എനിക്ക് തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞ് വേദ കണ്ണീരണിയാണ് കേട്ടോ. അത് കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്.